എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് വയ്ക്കും. ഓയിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം മാവ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അച്ചിൽ എണ്ണ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും. ഇനി 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 മുട്ട, 3 സ്പൂണ് പഞ്ചസാര, ഈ കണക്കാണ് എടുക്കുന്നത്. 3 സ്പൂണ് പഞ്ചസാര മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി 1 മുട്ടയെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ആദ്യം 1 കപ്പ് അരിപ്പൊടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് മൊത്തത്തിൽ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും ജീരകവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം 1 കപ്പ് മാവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പം ലൂസായിട്ടിരിക്കുകയാണ്. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിന് എടുക്കുന്ന അരിപ്പൊടിയാണിത്. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് അച്ചപ്പത്തിന് ഏറ്റവും നല്ലത്. തീരെയും തരി ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതുപോലെ 1 സ്റ്റെപ്പും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ച് ഒഴിച്ചതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ലൂസാക്കാവുന്നതാണ്. ഈ കട്ടി ആണെങ്കിൽ അത് മതിയാകും. അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 1 മുട്ട, 3 സ്പൂണ് പഞ്ചസാര, 2 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, ആ ഒരു കണക്കിനാണ് ഇതിലും എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി മാത്രമേ അധികമായിട്ട് ചേർത്തിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി ഇനി ഒഴിച്ച് മിക്സ് ചെയ്യാം. നേരത്തെ എടുത്തു വെച്ച മാവിലേക്ക് ഒഴിച്ച് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു അളവിന് എടുക്കുമ്പോൾ കട്ടി ലൂസായി പോവില്ല. കട്ടി ഉണ്ടാവുന്നെങ്കിലേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ അതൊന്ന് റെഡിയായി കിട്ടി. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സമയം സ്റ്റവ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് അച്ചും നല്ലപോലെ ചൂടായിട്ടുണ്ടാവും. 1 തുള്ളി അതിലേക്ക് ഒഴിച്ച് നോക്കുക. അപ്പോൾ എണ്ണ നല്ലപോലെ പാകത്തിനായിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും അല്ലാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കോരാവുന്നതാണ്. ആദ്യമേ തന്നെ ഇട്ട് എണ്ണ നല്ലപോലെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം ഇതുപോലെ അച്ചിൽ മുക്കി എടുത്തതിന് ശേഷം മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുത്തത് അതിലേക്ക് മുക്കി ഇടേണ്ടത്. ഇല്ലെങ്കിൽ അച്ചിലുള്ള എണ്ണ മാവിൻ്റെ മീതെ വന്ന് അച്ചിൽ മാവ് പിടിക്കാതെ വരും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം മുക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം അച്ച് മുക്കിയെടുക്കുക. അപ്പം നല്ലപോലെ അതിൽ പിടിച്ച് കിട്ടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അച്ചപ്പം. കറക്റ്റ് അളവിന് ചെയ്യണമെന്നതേ ഉള്ളൂ.
മാവെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നൈസായ വറുത്ത അരിപ്പൊടി തന്നെയാണ് നല്ലത്. അതുപോലെ കറക്റ്റ് തേങ്ങാപ്പാലും ആണെങ്കിൽ നല്ലപോലെ കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.